ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു വെജിറ്റബിൾ പുലാവായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബട്ടറാണ്. ഇത് ഞാൻ പേൾമി ചേച്ചിയുടെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് ബട്ടറിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ബട്ടറിൽ നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീവ്സ്, പിന്നെ പെരുംജീരകം, ഇതൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ട് ഈ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബീൻസ് ഉണ്ടായിരുന്നു, ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഈ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി ഞാനൊരു ഹാഫ് ആൻ അവർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിയാണ് കേട്ടോ. ഇത് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ. ഞാൻ അതിലാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. അത് നമ്മളൊരു ഹാഫ് ആൻ അവർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നാണ് അതിൻ്റെ ഒരു അളവ് കേട്ടോ. അതായത് നിങ്ങൾ ഏത് കപ്പിലാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി. ഓക്കെ, ഞാൻ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം അതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് ടൈമില്ല, ഞാൻ ഓഫീസിൽ പോകുന്ന ടൈമിൽ, അതുകൊണ്ട് എനിക്ക് തിളപ്പിക്കാനൊന്നും നേരില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബെറ്റർ ചൂടുവെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കയറി നിൽക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇത് മാഗിയുടെ വെജിറ്റബിൾ ക്യൂബ്സ് ആണ്. നമ്മൾ ചിക്കൻ്റെ ക്യൂബ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് വെജിറ്റബിൾ ആണ് കേട്ടോ, നല്ല ഫ്ലേവറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് നന്നായിട്ട് വെള്ളം ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മളൊരു അടപ്പ് വെച്ചിട്ട് ഇത് വേവിക്കണം കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് വേവിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ടൈമുള്ളപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ നെയ്യിലാണ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ചെറിയ ബ്രൗൺ നിറാവണ വരെ ഒന്ന് വഴറ്റിയിട്ട് മാറ്റി എടുത്ത് വയ്ക്കുക കേട്ടോ. ടൈമിൽ നമ്മളുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഒരു 80% റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളം ഇനിയുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് ആ വാട്ടർ നമുക്കൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇനി നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം, പക്ഷേ അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടായിരിക്കും വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പെട്ടെന്ന് വാട്ടർ നന്നായിട്ട് ഡ്രൈ കിട്ടുകയും ചെയ്യും, റൈസ് നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സും കൂടി ഒന്ന് ഇളക്കി അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന കിസ്മിസും കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നെയ്യ് ഉണ്ടല്ലോ, ആ നെയ്യും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ പാകമല്ലേ നോക്കുക. എല്ലാം കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർവ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്, ക്വിക്കായിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുന്ന ടൈമിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ അത്ര നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ക്വിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ഞാനിതിൻ്റെ ഒപ്പം ഗോബി മഞ്ചൂരിയനാണ് കേട്ടോ അന്ന് കൊണ്ടുപോയത്. ഇതിൻ്റെ ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ടായാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അതിൻ്റെ ലോങ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം, ഞാൻ അതിൻ്റെ ലോങ് വീഡിയോയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ഡിഷ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.